നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വലിയ ആഘോഷത്തിലാണ് ബംഗാൾ, തമിഴ്നാട്, കേരളം ഒക്കെ ആയിരിക്കുന്നത്. ഈ ഒരു സമയം, അതായത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെ നിർണായകമായൊരു വിവരം പുറത്തു വരികയാണ്. ഡൽഹിയിലെ ലുട്യൻസ്ക് മേഖലയുള്ള സർക്കാർ കെട്ടിടങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾക്കും നേരെ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ സെല്ലിന്റെ രഹസ്യ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ രഹസ്യ വിവരത്തെ തുടർന്ന് ഡൽഹി പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. BJP ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ വലിയ ജാഗ്രതയിലാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രഹസ്യ വിവരമാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ സെല്ലിന്റെ രഹസ്യ വിവരത്തെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു കനത്ത ജാഗ്രത തന്നെയാണ് ആയിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്തും പ്രധാന ഓഫീസുകളിലും സുരക്ഷ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഈ ഒരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ബന്ധമുള്ള ഗുണ്ടാ തലവൻ ഷെഹ്സാദ് ഭട്ടിയുടെ ശൃംഖലയിലെ 9 അംഗങ്ങളെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഭീഷണി വന്നിരിക്കുന്നത്. ഈ വിവരങ്ങൾ കിട്ടിയത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പാകിസ്ഥാൻ ബന്ധമുള്ള ഗുണ്ടാ തലവൻ ഷെഹ്സാദ് ഭട്ടിയുടെ ശൃംഖലയിലെ 9 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങൾ വഴി ആളെ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ പ്രതികൾ ഏർപ്പെട്ടതുകൊണ്ടാണ്. ഉത്തരേന്ത്യയിലും ഡൽഹിയിലുമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കാൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അഡീഷണൽ പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയുണ്ടായി. ഈ കുറ്റങ്ങളിൽ ചുമത്തിയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു BJP ആസ്ഥാനത്തിന് നേരെ വരെ വലിയ രീതിയിലുള്ളൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സമീപത്തെ സർക്കാർ ഓഫീസുകളിലും ലുട്യൻസ് മേഖലയിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനം നമ്മൾ മറന്നിട്ടില്ല. അതൊരു വലിയ പാഠമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രഹസ്യ വിവരവും വളരെ ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. കാർ ബോംബ് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചാവേർ ആക്രമണങ്ങൾ, കാർ ബോംബുകൾ, അത്യാധുനിക ആയുധങ്ങൾ, IED എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. രാജ്യ തലസ്ഥാനത്തെ BJP ഓഫീസിന് നേരെയാണ് ഇപ്പോൾ ഭീഷണി ഉയർന്നിരിക്കുന്നതെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. BJP ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലെ ഡൽഹി ഘടകത്തിന്റെ ഓഫീസിനാണ് ഭീഷണി ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെയും CPMന്റെയും CPIയുടെയും ഓഫീസുകളൊക്കെ ഈ സമീപത്തെ റോഡുകളിലുണ്ട്. സെൻട്രൽ ഡൽഹി മേഖലയിൽ ആകെ പരിശോധനകൾ വ്യാപകമാക്കിയിരിക്കുകയാണ്. റൌസ് അവന്യൂ കോടതി സമുച്ചയവും CAG ഓഫീസും ഇതിനടുത്തായിട്ടുണ്ട്. എന്തായാലും ജാഗ്രത കർശനമാക്കിയിട്ട് കടുപ്പിച്ചിട്ടുണ്ട്. ഭീകരാക്രമണ ശ്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ സുരക്ഷാ ഏജൻസികൾ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തുന്നുണ്ട്. മാത്രമല്ല, ജനങ്ങളിൽ ഭീതി പടർത്തുന്നതോ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതോ ആയ ഏതൊരു ശ്രമത്തെയും ചെറുക്കാൻ സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ആശങ്ക പ്രദേശത്തൊക്കെ വ്യാപിക്കുന്നുണ്ട്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ഡൽഹി മേഖലയാകെ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. DDU മാർഗിൽ BJP ഓഫീസിന് തൊട്ടടുത്തായി തന്നെയാണ് കോൺഗ്രസിൻ്റെ CPMന്റെ CPIയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കുകയാണ്. പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലായിരിക്കുകയാണ് ഈ ഒരു പ്രദേശം. ഭീകരാക്രമണ ശ്രമങ്ങൾ മുൻകൂട്ടി തടയുക എന്ന ലക്ഷ്യത്തോടെ രഹസ്യാന്വേഷണ ഏജൻസികളും സുരക്ഷാ വിഭാഗങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുകയാണ്. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പുറത്ത് അധിക പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ ഭീതി പടർത്തരുത്, ക്രമസമാധാന നില തകർക്കരുത്, അത്തരത്തിലുള്ള ഒരു നീക്കത്തെയും വച്ചു വാഴിപ്പിക്കില്ല, ശക്തമായി നേരിടുമെന്ന് തന്നെയാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. അതിർത്തികളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളും പരിശോധന ഇതിന് പിന്നാലെ ശക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. അവരുടെ വീടുകൾക്കൊക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സേനാംഗങ്ങൾ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം BJP ആസ്ഥാനമൊക്കെയാണ് ഭീകരർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ലക്ഷ്യം BJP ആസ്ഥാനത്ത് തകർക്കുമെന്ന ഒരു ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ അറസ്റ്റിനോടനുബന്ധിച്ചുണ്ടായ ഒരു ഭീഷണിയാണോ
തന്നെയാണോ ഇതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ട് പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഭരണകേന്ദ്രം മാറ്റാനുള്ള തീരുമാനമാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ച പ്രധാന മാറ്റങ്ങളിൽ ഒന്ന്. കൊൽക്കത്തയിലെ ഐതിഹാസികമായ റൈറ്റേഴ്സ് ബിൽഡിംഗിൽ നിന്നായിരിക്കും പുതിയ സർക്കാർ പ്രവർത്തിക്കുക. ഹൗറയിൽ ഹൂഗ്ലി നദിക്ക് അക്കരെയുള്ള നബന്നയിലായിരുന്നു മമതാ ബാനർജി സർക്കാർ പ്രവർത്തിപ്പിച്ചിരുന്നത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെ സ്വാഗതം ചെയ്യുന്നതിനായി റൈറ്റേഴ്സ് ബിൽഡിംഗും മറ്റ് സർക്കാർ ഓഫീസുകളും ആയിരക്കണക്കിന് ഓറഞ്ച് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച് വലിയ രീതിയിൽ കാവ്യ വെളിച്ചത്തിൽ പ്രകാശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ആഘോഷമാണ് ബംഗാളിലൊക്കെ ഉണ്ടായത്. മാത്രമല്ല, ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പശ്ചിമ ബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മുതിർന്ന BJP നേതാക്കൾ എന്നിവർ അടക്കം പങ്കെടുത്തു. മാത്രമല്ല, ഗവർണർ RN രവിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. റൈറ്റേഴ്സ് ബിൽഡിംഗിന്റെ ചരിത്രം കൂടി നമുക്ക് നോക്കാം. 1780 കൊൽക്കത്തയിലെ ഈ ഐതിഹാസിക മന്ദിരം നിർമ്മിക്കപ്പെട്ടത്. നിയോ ക്ലാസിക്കൽ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ 3 നില കെട്ടിടം. അതിൻ്റെ കൊരിന്ത്യൻ തൂണുകൾക്കും ചുവന്ന മുൻഭാഗത്തിനും വലിയ രീതിയിലുള്ള ഒരു പേരുകേട്ട ഒന്നാണ്. തോമസ് ലിയോൺ രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടം യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ജൂനിയർ ക്ലർക്കുമാർക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അന്നത്തെ ക്ലർക്കുമാർ റൈറ്റേഴ്സ് അറിയപ്പെട്ടിരുന്നതിനാലാണ് കെട്ടിടത്തിന് ഈ പേര് കിട്ടിയത്. പിന്നീട് വാറൻ ഹാസ്റ്റിംഗ്സിന്റെ ഭരണകാലത്ത് ഇതൊരു ഭരണകേന്ദ്രമായി മാറ്റപ്പെടുകയും ക്രമേണ ബംഗാൾ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രമായി മാറുകയായിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും റൈറ്റേഴ്സ് ബിൽഡിങ്ങിന് സുപ്രധാന പ്രാധാന്യമുണ്ട്. എന്തായാലും രാജ്യം ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് സന്തോഷത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഭീഷണി കൂടി വരുന്നത്. അത് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയാണ് ഉളവാക്കുന്നത്. തീർത്തും കേരളത്തിലാണ് നമ്മൾ, രാജ്യ തലസ്ഥാനത്താണ് ബോംബാക്രമണ ഭീഷണിയെങ്കിലും നമുക്കറിയാം ഒരു മാനവികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിലും അലട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കാർ ബോംബ് സ്ഫോടനമൊക്കെ തലസ്ഥാനത്ത് കണ്ടവരാണ് നമ്മൾ. അത്തരത്തിൽ യാതൊരു ഭവിഷ്യത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.